ഡ്രാഗൺ. കോക്കോയും അഗോത്തും ടെറ്റിയും റിച്ചിയും ഈ 3 കൊച്ചു മന്ത്രവാദിനികളും മറ്റേതോ ഈവൽ ഡൈമെൻഷനിൽ എത്തി നിൽക്കെ അവരിപ്പോൾ പേടിച്ചോടുകയാണ് ആ ഭീകര ഡ്രാഗണിൽ നിന്ന് രക്ഷ നേടാനേ. എന്നാൽ വലിയൊരു ആശയക്കുഴപ്പത്തിലായിരിക്കുകയാണത്. എത്ര ഓടിയിട്ടും കറങ്ങി തിരിഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തുന്നു. ഇതൊരു സാധാരണ സ്ഥലമല്ലെന്നും ഏതോ മാന്ത്രിക വലയത്തിൽ തങ്ങൾ കുടുങ്ങിയിരിക്കുകയാണെന്നും അവർക്ക് മനസ്സിലാകുന്നു. ഈ അവസ്ഥയിൽ ഇങ്ങനെ വെറുതെ ഓടിയിട്ട് കാര്യമില്ലെന്ന് തിരിച്ചറിവുണ്ടാകുന്ന അഗോത്ത് മറ്റുള്ളവരോട് പറയുന്നൊരു കാര്യം, നമ്മൾ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചിരുന്ന് സമാധാനമായി ചിന്തിച്ച് അടുത്തതായി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം എന്നാണ്. അങ്ങനെ അവർ ഡ്രാഗണെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ കഴിയാത്ത സുരക്ഷിതമായൊരു മറ കണ്ടെത്തുന്നു. അവിടെ വെച്ചാണ് കോക്കോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ടേറ്റിയ ഡ്രാഗൻ്റെ കരച്ചിലൊക്കെ കേട്ട് വല്ലാണ്ട് പേടിച്ച് ഒരു മൂലയിൽ തനിച്ചിരിക്കുകയാണ്. പുറമെ എപ്പോഴും സന്തോഷവതിയെ കാണപ്പെടുന്ന ടെറ്റിയുടെ ആ ഭയം കോക്കോയെ വേദനിപ്പിക്കുന്നു. കോക്കോ ഉടൻ തന്നെ ടെറ്റിയെ ഭയം മൂലം മറന്നുവെച്ച് പോയ അവളുടെ തൊപ്പി നൽകുകയും ഒപ്പം ആ പ്രദേശത്തെ തണുപ്പകറ്റാൻ താൻ പൊതിച്ചിരുന്ന മാന്ത്രിക മേലങ്കി ക്ലോക്ക് അതുകൂടി അവൾക്ക് നൽകി ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കോക്കോയുടെ കരുതലാണ് ഈ എപ്പിസോഡിലെ ഏറ്റവും ഹൃദ്യമായ നിമിഷങ്ങളിൽ ഒന്ന്. അവളുടെ കുറ്റബോധം നമ്മൾ കണ്ടതാണ്. ടെറ്റിയെ പേടിയുടെ വെപ്രാളത്തിൽ നിലവിളിച്ചപ്പോൾ എല്ലാറ്റിനും കാരണം കോക്കോ ആണെന്ന് ഇൻഡയറക്റ്റായി പറഞ്ഞത് അവളെ നല്ലോണം വിഷമിപ്പിച്ചിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ ഒരു സമയത്താണ് ടെറ്റിയ്ക്കും ഒരു വലിയ സത്യം ബോധ്യപ്പെടുന്നത്. താൻ ഇത്ര നേരം പേടിച്ചിരുന്നത് വഴി കോക്കോയ്ക്ക് വലിയ കുറ്റബോധം ഉണ്ടാക്കുകയായിരുന്നു. ഈ അപകടാവസ്ഥയ്ക്കെല്ലാം താനാണ് ഉത്തരവാദിയെന്ന് കോക്കോ കരുതുന്നുണ്ടെന്ന് ടെറ്റി മനസ്സിലാക്കുന്നു. മുന്നേ അപ്പോഴത്തെ ഭയപ്പാടിൽ പറഞ്ഞതാണെന്ന് അവൾ ആശ്വസിപ്പിക്കവേ കോക്കോയ്ക്ക് അത് വലിയൊരു ആശ്വാസമാണ്. തുടർന്നുള്ള കോക്കോയുടെ സ്നേഹവും ആശ്വാസം കണ്ടപ്പോൾ ടെറ്റിക്ക് പുതിയൊരു ഉന്മേഷം വരുന്നു. പൊടുന്നനെ അവളൊരു സ്പെൽ ഉപയോഗിച്ച് ഒരു മേഘക്കെട്ടുണ്ടാക്കി അതിനുള്ളിൽ കോക്കോയെ ഇരുത്തുകയാണ്. കാരണം ഈ തണുപ്പത്ത് അവൾക്ക് കംഫർട്ടായി എന്തെങ്കിലും വേണ്ടേ. ടെറ്റിയ തൻ്റെ മനസ്സിലുള്ള ഒരു രഹസ്യം പങ്കുവയ്ക്കുകയാണ്. കുട്ടിക്കാലം മുതലേ മേഘങ്ങൾക്ക് മുകളിൽ കിടന്നുറങ്ങുക എന്നത് ടെറ്റിയുടെ വലിയൊരു സ്വപ്നമായിരുന്നു. അതിനായി അവൾ സ്വന്തമായൊരു മന്ത്രം സ്പെൽ വികസിപ്പിക്കാൻ വർഷങ്ങളായി പരിശ്രമിക്കുകയായിരുന്നു. ആ സ്പെല്ലാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇത് വികസിപ്പിച്ച് പൂർണ്ണതയിലെത്തി അനുമതി ലഭിച്ചാൽ പിന്നെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാകുമെന്ന് അവൾ പറയുന്നു. പക്ഷേ അവിടെയും ശാന്തത അധിക നേരം നീണ്ടു നിന്നില്ല. ഇതെല്ലാം കേട്ട് അഗോത്തും റിച്ചയും അവരോടൊപ്പം ആ മേഘപ്പൊതിക്കുള്ളിലേക്ക് കയറി ആ മേഘത്തെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങുന്നു. അത് പൂർത്തിയാക്കുന്നതിൻ്റെയും ഒപ്പം ഗുണങ്ങളെയും ദോഷങ്ങളെയും കുറിച്ച് പല അഭിപ്രായങ്ങൾ. എന്നാൽ അഗോത്ത് പെട്ടെന്ന് തന്നെ ഗൗരവത്തിലേക്ക് വന്നിട്ട് ഇങ്ങനെ തർക്കിച്ചിരിക്കാൻ സമയമില്ലെന്നും ഈ മാന്ത്രിക ലോകത്ത് നിന്ന് പുറത്തു കടക്കാനുള്ള വഴി എത്രയും വേഗം കണ്ടെത്തണമെന്ന് ഓർപ്പിക്കുന്നു. ഇത് ഊരാക്കുടക്ക് പോലെ ഉള്ളതുകൊണ്ടാണ് പോയ വഴിക്ക് തന്നെ വീണ്ടും വന്നെത്തുന്നത്. വിലക്കപ്പെട്ട മന്ത്രമായാലും അതിനൊരു കാസ്റ്റിംഗ് സീലുണ്ട്. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കണമെന്ന് അഗോത്ത് ചിന്തിക്കുകയാണ്. കോക്കോ മെല്ലെ താൻ കണ്ട ആ കാര്യം വെളിപ്പെടുത്തുന്നത്. മുന്നേ ഈ പ്രദേശത്തിൻ്റെ ഒരു വശത്തായി അവൾക്ക് എൻ്റെ കാസ്റ്റിംഗ് സീൽ അതേപ്പറ്റി പറയാൻ വന്നപ്പോഴല്ലായിരുന്നോ അഗോത്തിനെ തെറ്റിച്ചതും പിന്നീടുള്ള പുകിലുകൾ ഉണ്ടായതും. അങ്ങനെ വൈകാതെ അവർ മറിഞ്ഞു നിന്നുകൊണ്ട് ആ സീൽ നോക്കി കാണുകയാണ്. ഈ മുഴുവൻ മാന്ത്രിക ലോകത്തെ നിയന്ത്രിക്കുന്നത് ആ സീലാണ്. അത് നശിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് മനസ്സിലാവുമ്പോൾ എന്നാൽ ആ സീലിരിക്കുന്നത് ദൂരെ ഒരു ടവറിന് മുകളിലും. അവിടേക്ക് എത്തുക അത്ര എളുപ്പമല്ല. കാരണം ആ ഭീകരമായ വ്യാളി ആ ടവറിന് കാവലായാണ് നിൽപ്പുള്ളത്. അഗോത്തിൻ്റെ അഭിപ്രായത്തിൽ ആ ഡ്രാഗണെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാൽ കോക്കോയ്ക്ക് മറ്റൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവൾ ഈ വ്യാളയെ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. തങ്ങളെ പിന്തുടരുന്നതിനിടെ ഈ ഡ്രാഗൺ ഒരു ചൂരിൽ തലയിടിച്ച് വീണപ്പോൾ അതിന് നല്ല വേദനയുണ്ടായി. ഒരു ഭീകരജീവിയാണെങ്കിലും അതിനും വേദന അറിയാമല്ലോ എന്ന ചിന്തയിൽ കോക്കോ ഡ്രാഗണെ ഉപദ്രവിക്കുന്നതിന് പകരം അതിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ആലോചിക്കുന്നത്. അതിനായി അവളുടെ മനസ്സിൽ വരുന്നത് മറ്റൊന്നുമല്ല, ടെറ്റിയുടെ മേഘമന്ത്രം. അതുപയോഗിച്ച് ആ വ്യാളിക്ക് ചുരുണ്ടുകൂടാൻ ഒരു മേഘക്കിടക്ക ഉണ്ടാക്കിയാലോ എന്നാണ് കോക്കോയുടെ ബുദ്ധിപരമായ നീക്കം. വ്യാളെ അങ്ങനെ ഒതുക്കാൻ സാധിച്ചാൽ ഈ സമയത്ത് തങ്ങൾക്ക് ആ ടവറിൽ കയറി സീൽ മാറ്റാൻ സാധിക്കും. കോക്കോയുടെ ഐഡിയ കൊള്ളാമെന്ന് അഗോത്തിന് തോന്നുന്നെങ്കിലും പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല. മറ്റു രണ്ടുപേരും ഇതൊരു ബ്രില്യൻ്റ് ഐഡിയ ആണെന്നും ഈ തണുപ്പ് സ്ഥലത്ത് ഒരു കംഫർട്ട് കിട്ടിയാൽ ആരാണ് വിട്ടുകളയുക എന്നങ്ങനെ ആ പ്രയത്നത്തിലേക്ക് കടക്കുകയാണ്. ഇത്രയും വലിയൊരു ഡ്രാഗൺ എന്തായാലും അതിന് ഉൾക്കൊള്ളാൻ കഴിയത്തക്ക രീതിയിലുള്ള ഭീമൻ മേഘക്കെട്ട് വേണം. അപ്പോൾ അതിനെ പറ്റിയ മെറ്റീരിയൽ എന്താണെന്നുള്ള നീണ്ട ചർച്ചയ്ക്ക് ശേഷം അഗോത്തിൻ്റെ മനസ്സിൽ തെളിയുന്ന ഒന്ന് മണ്ണ്. മുന്നേ റിച്ചും മതിലുകൾ തകർത്തപ്പോൾ അവിടെ മണ്ണ് നിറഞ്ഞിരുന്നു. അത് വെച്ച് മേഘക്കിടക്ക ഉണ്ടാക്കാൻ സാധിക്കും. അഗോത്ത് ഓരോരുത്തർക്കും ഓരോ ജോലികൾ വിധിച്ചു കൊടുക്കുകയാണ്. റിച്ചെ മുന്നത്തെ പോലെ മതിലുകൾ തകർക്കാനുള്ള അനേകം കൊച്ചു സ്പെല്ലുകൾ വരയ്ക്കുമ്പോൾ അതെല്ലാം ശേഖരിക്കാൻ ടെറ്റിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ കോക്കോയെ മാത്രം അവൾ ഒരു കാര്യത്തിലും കൂട്ടിയില്ല. കോക്കോ ഇനിയും മന്ത്രങ്ങൾ വരയ്ക്കാൻ പഠിച്ചു വരുന്നതേയുള്ളൂ. എന്തുകൊണ്ട് അവൾ വരയ്ക്കുന്ന സീലുകൾ തെറ്റിപ്പോവുകയുള്ളൂ. അതുകൊണ്ടൊന്നും ചെയ്യണമെന്ന് മാറ്റി നിർത്തി അഗോത്ത് ഒരു മെയിൻ സ്പെൽ വരയ്ക്കാനുള്ള തല പുകച്ചില്ല. എന്നാൽ കോക്കോ വെറുതെ ഇരുന്നില്ല. മറ്റുള്ളവർ ഓരോ സീലുകളും എത്ര ശ്രദ്ധയോടെയാണ് വരയ്ക്കുന്നത് എന്നവൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. പേപ്പർ നോട്ടിൽ വരയ്ക്കുന്നതിന് മുന്നേ വായുവിൽ കുറച്ച് തവണ സർക്കിൾ വരച്ച് നോക്കും. എന്നിട്ട് വരയ്ക്കുമ്പോൾ എന്ത് കൃത്യമായാണ് തെറ്റാതെ ആ സർക്കിളൊക്കെ വരുന്നത്. അങ്ങനെ അവർ അറിയാതെ തന്നെ കോക്കോ തൻ്റെ നോട്ട്ബുക്കിൽ ആ മന്ത്രങ്ങൾ പലതവണ വരച്ച് പഠിക്കാൻ തുടങ്ങി. അവൾ പലതവണ ഒരേ സീൽ ആവർത്തിച്ച് വരച്ച് പെർഫെക്റ്റ് ആക്കാൻ ശ്രമിച്ചു.
കിഫ്രി പറഞ്ഞിട്ടുണ്ട്, ഏത് കാര്യമായാലും ആദ്യം ചെയ്യുമ്പോൾ അതിൽ സംഭവിക്കുന്ന തെറ്റുകൾ സർവ്വസാധാരണമാണെന്ന്. ആ ധൈര്യത്തിൽ ഇത് തുടരുമ്പോൾ ഇതേ സമയം അഗോത്ത് ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. ടെറ്റിയുടെ മേഘമന്ത്രം മൃദുവായതാണ്. അതിന് ഭാരമേറിയ ഒരു ഡ്രാഗന്റെ ഭാരം താങ്ങാൻ കഴിയില്ല. വ്യാളി അതിന് മുകളിലേക്ക് കിടന്നാൽ മേഘം താഴ്ന്നു പോവുകയോ തകരുകയോ ചെയ്യും. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അഗോത്ത് തലപുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് അവിടെ കോക്കോയുടെ അത്ഭുതം. അവൾ ഒരു ചെറിയ തീപ്പൊരി ഉണ്ടാക്കാനുള്ള മന്ത്രം ഫയർ സ്പെൽ പലതവണ ആവർത്തിച്ച് വരച്ച് ഒടുക്കം കൃത്യതയോടെയും വേഗത്തിലും വരച്ച് തീർത്തിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു തുടക്കക്കാരിക്ക് ഇത്ര പെട്ടെന്ന് ഇത്രയും കൃത്യതയോടെ വരയ്ക്കാൻ കഴിയില്ല. കോക്കോയുടെ ആ കഠിനാധ്വാനം കണ്ട് എല്ലാവരും അതിശയിക്കുമ്പോൾ അഗോത്തിന് പെട്ടെന്നൊരു ബുദ്ധി. പിന്നെ നമ്മൾ കാണുന്നത് ഈ 4 പെൺകുട്ടികളുടെ ഊർജ്ജസ്വലമായ പ്രകടനം. ലെവിറ്റേഷൻ ഷൂസ് ഉപയോഗിച്ച് പറന്നും ഓടിയും അവർ രണ്ടായി പിരിഞ്ഞ് ഡ്രാഗൺ കാണാതെ പല പല തറയിലായി ഓരോ മാന്ത്രിക മുദ്രകൾ വരയ്ക്കുകയാണ്. എന്താണ് അഗോത്തിന് തോന്നിയ ബുദ്ധി? കോക്കോ ഇപ്പോൾ ചെയ്തതുപോലെ ഒരു കാര്യം തന്നെ ആവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ആവർത്തന മന്ത്രം, റെപ്പറ്റീഷൻ സ്പെൽ. അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നവൾ ചിന്തിച്ചു. അങ്ങനെ അവർ 5 വ്യത്യസ്ത മാന്ത്രിക മുദ്രകൾ അവിടെയായി വരച്ച് ഒരേ സമയം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. സാധാരണ വായുവിലുണ്ടാക്കുന്ന മേഘത്തിന് പകരം മണൽ ഉപയോഗിച്ച് ഒരുതരം പഞ്ഞു പോലെയുള്ള ഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിൽ അഗോത്ത് ആസൂത്രണം ചെയ്ത ആവർത്തന മന്ത്രം കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഗുണം, ഡ്രാഗൺ ആ ക്ലൗഡിന് മുകളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഭാരം കാരണം മണൽ അമർന്നു പോകും. പക്ഷേ ആവർത്തന മന്ത്രം ഉള്ളതുകൊണ്ട് ആ മണൽത്തരികൾ വീണ്ടും വീണ്ടും സ്വയം പുനർനിർമ്മിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതായത് എത്ര വലിയ ഭാരം വന്നാലും ആ കിടക്ക ഒരിക്കലും താഴ്ന്നു പോകില്ല. അങ്ങനെ ആ അത്ഭുതം സംഭവിക്കുന്നു. 5 മുദ്രകളുടെയും സർക്കിളുകൾ പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് പൂർത്തിയാക്കുന്നതും വലിയ മണൽ മേഘങ്ങൾ അവിടെ പ്രത്യക്ഷമാവുകയാണ്. ആ ഭീകരരൂപിയായ വ്യാളി കോക്കോ വിചാരിച്ചതുപോലെ തന്നെ ആ മൃദുവായ കിടക്ക കണ്ടപ്പോൾ സന്തോഷത്തോടെ അതിലേക്ക് ചായാൻ തുടങ്ങുന്നു. ഇനി ആ ടവറിലെ ഡ്രോയിങ് സ്പെല്ലിനടുത്തേക്ക് പോകാൻ പറ്റും. ഡ്രാഗൻ്റെ ആ ഒരു കംഫർട്ട് കണ്ട് ടെറ്റിയെ സന്തോഷത്തോടെ നോക്കി നിൽക്കുവാണ്. കോക്കോ അടുത്തെത്തുമ്പോൾ തൻ്റെ മന്ത്രം കൊണ്ട് ഒരാളെ, അതൊരു മൃഗമാണെങ്കിൽ പോലും, ഇത്രയധികം സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞതിൽ ടെറ്റിയുടെ സന്തോഷം പറഞ്ഞ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോകുന്നൊരു നിമിഷം. വൈകാതെ അവർ ടവറിന് മുകളിലേക്ക് എത്തുമ്പോൾ ഇനിയാണ് നിർണായകമായ നീക്കങ്ങൾ വേണ്ടത്. കാരണം അതാണ് ആ മാന്ത്രികത്തെ പിടിച്ചു നിർത്തുന്ന പ്രധാന സീൽ. അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്നോ റിവേഴ്സ് ചെയ്യേണ്ടതെന്നോ അവർക്ക് കൃത്യമായി അറിയില്ലായിരുന്നു. അങ്ങനെ അവർ നോക്കി നിൽക്കെ ഇന്നരം ആ മായലോകത്തിന് പുറത്തുള്ള കിഫ്രി തൻ്റെ ശിഷ്യരെ തേടി പായുകയായിരുന്നു. ബ്രഷ് ബഡ്ഡിയുടെ സഹായത്തോടെ ടാർട്ടയും കൂട്ടി ആ ഒരു പുകമണ്ഡലം ഉണ്ടായിരുന്ന സ്ഥലത്തേക്കെത്തി. അവിടെ ടാർട്ട ശ്രദ്ധിച്ചൊരു കാര്യം, തറയെല്ലാം കട്ടകൾ വെച്ച് പാവിയ വഴിയായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ കട്ടകളില്ല. ഇതേ സമയം തന്നെ ബ്രഷ് ബഡ്ഡി അവിടെയെല്ലാം മണപ്പിച്ച് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നിടത്തേക്ക് പോയി നിന്നു. ഈ മൃഗങ്ങൾക്ക് ആവാന മന്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന കോൺജറിങ് മഷിയുടെ മണം തിരിച്ചറിയാനാകും. ഉടൻ കിഫ്രി ആ ഒരു കട്ട പൊക്കുന്നതും അതിലൊരു മന്ത്രം. ഇതെന്താണെന്ന് അങ്ങനെ നിൽക്കെ പൊടുന്നിനെ അതിൽ നിന്ന് വെളിച്ചം വന്ന് ഒരു പോർട്ടൽ തന്നെ ഓപ്പൺ ആവുകയാണ്. എന്താണ് സംഭവിച്ചത്? കാരണം മായലോകത്ത് കിഫ്രി നോക്കി ഈ ഒരു സമയം തന്നെ ടെറ്റിയ ആ സീലിൻ്റെ ഒരു ഭാഗം മായ്ച്ചു കളഞ്ഞിരുന്നു. ഇതോടെ മാന്ത്രികതയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടതോടെ അവിടെ പുറംലോകത്തേക്കുള്ള ഒരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ 2 ലോകങ്ങൾ തമ്മിലുള്ള ആ മർദ്ദം കാരണം കുട്ടികളുള്ള ടവറും പ്രദേശവും ആകെ വിറയ്ക്കാൻ തുടങ്ങി. ഇതോടെ ഡ്രാഗൺ മുറർന്ന ആ ടവറിനടുത്തേക്ക് വരുന്നതോടെ വൻ ആപത്ത്. ആ കൂറ്റൻ ടവർ തകർന്ന് വീഴാൻ തുടങ്ങുന്നതും അഗോത്തിൻ്റെ പിടിവിട്ട് പോവുകയാണ്. അവൾക്കാണെങ്കിൽ പറക്കാനിപ്പോൾ ലെവിറ്റേഷൻ ഷൂസുമില്ല. അത് കോക്കോയുടെ അബദ്ധത്തിൽ നശിച്ച അവസ്ഥയിലും. ഒരു വൻ ക്രൂഷ്യൽ മൊമെന്റിൽ അവൾ താഴേക്ക് പതിക്കുന്നതും, ഓഹ് ഡ്രാഗൺ! എൻ്റെ പൊന്നോ! ഞൊടിയിടയിൽ അവിടേക്ക് കിഫ്രി എത്തുകയായി. മിന്നൽ വേഗത്തിൽ തൻ്റെ ശിഷ്യയെ സാഹസ്യമായി ഡ്രാഗൻ്റെ വായിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു കിടില മൊമെന്റ്. ഏടാകുടങ്ങളിൽ ചെന്നുപെട്ടതിൻ്റെ പരിങ്ങലുള്ള അഗോത്തിനോട് ഇപ്പോൾ ഒന്നും പറയണ്ടെന്ന് ചേർത്ത് പിടിച്ച ശേഷം കിഫ്രി ഉയരത്തിലേക്ക് കുത്തനെ പറന്ന് ആ മായലോകത്തിൻ്റെ വാനിൽ ചെന്ന് നിന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി. തൻ്റെ കയ്യിലെ ഒരു സ്പെൽ പ്രയോഗിക്കുന്നതും അവിടെയുള്ള മേഘങ്ങളിലെ ജലകണികകൾ അത് തൻ്റെ നിയന്ത്രണത്തിലാക്കി കിഫ്രി ഒരു പടുകൂറ്റൻ വാട്ടർ ഡ്രാഗനെ സൃഷ്ടിക്കുകയാണ്. ആക്രമിക്കാനെടുക്കുന്ന വ്യാലയുടെ 10 മടങ്ങ് വലുപ്പത്തിലുള്ള ആ വാട്ടർ ഡ്രാഗൺ ഒറ്റയടിക്ക് തറപറ്റിക്കുന്ന ഒരു കാഴ്ച. എൻ്റെ മോനെ! എണീറ്റിന്ന് കൈയടിച്ചു പോകും. ആ പ്രദേശമെങ്ങും പ്രളയത്താൽ കവിഞ്ഞ് ശാന്തമാകുന്നതും മറ്റുള്ള കുട്ടികളെല്ലാം കിഫ്രിയുടെ അടുത്തേക്ക് ഓടിയെത്തി. എല്ലാവരും സുരക്ഷിതരാണെന്ന് കണ്ടപ്പോൾ അയാൾക്ക് ആശ്വാസമായി. പക്ഷേ പെട്ടെന്നാണ് അവർ ആ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. കോക്കോ അവിടെ ഇല്ല. അവളെവിടെ? കോക്കോ ആകട്ടെ ഇന്നേരം ആർക്കും കാണാനാവാത്തവരിടത്തായിരുന്നു. ബോധരഹിതയായ അവൾ നിഗൂഢരായ ബ്രിംഡ് ക്യാപ് മന്ത്രവാദികളുടെ അടുത്ത്.
അവർ പരസ്പരം സംസാരിക്കുന്നത് വളരെ ഭീതിജനകമായ കാര്യങ്ങളായിരുന്നു. നമ്മൾ നട്ട വിത്ത് വളരുകയാണ് എന്നവർ സന്തോഷത്തോടെ പറയുന്നു. അതായത് കോക്കോയെ അവർ കുഞ്ഞിന് തന്നെ കരുതിക്കൂട്ടി അവരുടെ പദ്ധതിയിലേക്ക് ആകർഷിച്ച് വീഴ്ത്തിയതാണെന്നും അവളെ തങ്ങളുടെ ലക്ഷ്യത്തിനായി വളർത്തിയെടുക്കുകയാണെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഈ പരീക്ഷണമൊക്കെ കോക്കോയ്ക്ക് വേണ്ടി മാത്രം അവർ ഒരുക്കിയതായിരുന്നു. കിഫ്രി പഠിപ്പിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ തങ്ങൾക്ക് അവളെ പഠിപ്പിക്കാൻ കഴിയുമെന്ന് ആ മുഖംമൂടി ധരിച്ച മന്ത്രവാദി പാതി ബോധത്തിൽ കിടക്കുന്ന അവളോട് അവകാശപ്പെടുന്നു. ഒടുവിൽ കാത്തിരിക്കുന്ന ഒരു ദിവസം വന്നെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന് തന്നെ മറക്കാൻ കഴിയാത്ത ഒന്നായിരിക്കുമെന്ന് മന്ത്രവാദി പുളകം കൊള്ളുമ്പോൾ കോക്കോയെ കൂടുതൽ അപകടങ്ങളിലേക്ക് തള്ളിവിടാനോ അതോ അവരുടെ പക്ഷത്തേക്ക് മാറ്റാനോ ഉള്ള നീക്കമായിരുന്നു അത്. എന്നാൽ കോക്കോ പൂർണ്ണമായും ബോധം വീണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരവിടെ നിന്ന് അപ്രത്യക്ഷരായി. പിന്നീട് കോക്കോ കണ്ണു തുറക്കുമ്പോൾ അവൾ തിരിച്ച് കാലിൻ നഗരത്തിൽ സുരക്ഷിതയായി തൻ്റെ സുഹൃത്തുക്കളുടെയും ഗുരുവിൻ്റെയും കൂടെയായിരുന്നു. താൻ കാരണം എല്ലാവരും അപകടത്തിലായല്ലോ എന്നൊരു കുറ്റബോധം അവളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എല്ലാവരോടും ക്ഷമ ചോദിച്ചു. എന്നാൽ കിഫ്രി അവളെ സമാധാനിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, കോക്കോ, നിന്റെ ആ കുറ്റത്തിൽ നിറഞ്ഞ ബുദ്ധിയാണ് നമ്മളെല്ലാവരെയും രക്ഷിച്ചത്. വലിയ മന്ത്രങ്ങൾ വരിക്കാൻ അറിയുന്ന പോലെ തന്നെ പ്രധാനമാണ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ചിന്തിക്കുക എന്നത്. തൻ്റെ ശിശിയെ ചേർത്ത് പിടിച്ചുള്ള ഗുരുവിൻ്റെ മനോഹര വാക്കുകൾ. കോക്കോയുടെ കുഞ്ഞു മനസ്സിനെ കിഫ്രി അഭിനന്ദിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയും. കിഫ്രി അവളെ കണ്ടെത്തിയത് ടവറിൻ്റെ സ്റ്റേഴ്സിലായി ബോധരഹിതയായി കിടക്കുന്ന നിലയിലായിരുന്നു. ഡ്രീം ഡി ക്യാപ്സ് അവളെ കുടുക്കിയതാണെന്നുള്ള നല്ല ആശങ്ക അയാൾക്കുണ്ട്. എന്നാൽ മനസ്സാകെ കുഴിഞ്ഞു മറിഞ്ഞിട്ടുള്ള കോക്കോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നെങ്കിലും കിഫ്രി ആകെ അസ്വസ്ഥനാണ്. കടയുടമയായ നോൾനോവ വന്നപ്പോൾ കിഫ്രി അദ്ദേഹത്തോട് ഒരു രഹസ്യം പറയുന്നു. ആ ബ്രൂംഡി ക്യാപ് മന്ത്രവാദികൾ പിള്ളേരെ കൊടുക്കാൻ ഉപയോഗിച്ച ആ സ്പെല്ലിൻ്റെ വ്യത്യാസ മഷിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. എന്നാൽ ഇത് മറ്റു മന്ത്രവാദികളടങ്ങുന്ന സംഘമായ നൈറ്റ്സ് മൊറാലിസ് അറിയാൻ പാടില്ല. ഇത് കേൾക്കുന്ന നോൾനോവ, അതെങ്ങനെയാ വിലക്കപ്പെട്ട മന്ത്രം ഉപയോഗിച്ചതായി കണ്ടാൽ ഉടനെ തന്നെ അവരെ അറിയിക്കേണ്ടതല്ലേ എന്ന് നിൽക്കുന്നതും കിഫ്രിയുടെ ഒരു നോട്ടമുണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത പോലെ, ഒരാളോട് പോലും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. സാധാരണ കാണാത്ത വിധം വളരെ ഗൗരവമേറിയതും പേടിപ്പെടുത്തുന്നതുമായ ഒരു ഭാവമായിരുന്നു അപ്പോൾ കിഫ്രിയുടെ മുഖത്ത്. ശത്രുക്കൾ തൻ്റെ തൊട്ടടുത്തെത്തിയെന്ന് കിഫ്രി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്ത് മനോഹരമായിട്ടുള്ള അടിപൊളി സൂപ്പർ എപ്പിസോഡായിരുന്നു ഇത്. കുട്ടികൾ ആ മായലോകത്തു നിന്ന് രക്ഷപ്പെട്ടിറങ്ങുന്ന മൊമെൻറ്റ്സ് ഒന്നും ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. മ്യൂസിക്കും വിഷ്വൽസും എല്ലാം മൈൻഡ് ബ്ലോയിങ്, രോമാഞ്ചം വരെ വന്നു. കിഫ്രി ജലവ്യാളി ഉപയോഗിച്ച് നടത്തുന്ന ആ ഒരു പോരാട്ടം കാണാൻ തന്നെ നല്ല ചന്തമാണ്. അതിൻ്റെ നിറങ്ങളും വെള്ളത്തിൻ്റെ ചലനങ്ങളും അത്രത്തോളം കൃത്യതയോടാണ് അനിമേറ്റ് ചെയ്തിരിക്കുന്നത് പോലും. ബ്രിംഡി ക്യാപ്സ് മന്ത്രവാദികൾക്ക് കോക്കോയെ കൊണ്ട് എന്താണ് ആവശ്യമെന്നത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ചുരുക്കത്തിൽ മന്ത്രവിദ്യയുടെ അത്ഭുത ലോകവും സൗഹൃദത്തിൻ്റെ കരുത്തും വരാനിരിക്കുന്ന വലിയൊരു യുദ്ധത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് ആവേശം കൊള്ളിക്കുന്ന ഒരു എപ്പിസോഡാണ് ഇതെന്ന് പറയാം. അപ്പോൾ നീതിയുടെയും ന്യായത്തിൻ്റെയും ഒരു പുതിയ തീർപ്പുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം. അരിഗാത്തോ.